ഹായ് എവരി വൺ. നമ്മുടെ ജെഇ മെയിൻ എക്സാമിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത്. ഈ ചോദ്യം നോക്കി തന്നിരിക്കുന്ന ഒരു ആൽക്കഹോളാണ്, അതിനൊരു ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഡീഹൈഡ്രേഷൻ നടക്കുന്ന ആസിഡിന്റെ പ്രസൻസിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും നമുക്ക് ആൽക്കീനുകളുണ്ട്. ദാറ്റ് മീൻസ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബോകാറ്റോൺ മെക്കാനിസം വഴിയാണ് നടക്കുക. അപ്പോൾ ഈ OH ഗ്രൂപ്പ് ഇവിടുന്ന് പോകും, എന്നിട്ട് ഒരു കാർബോകാറ്റോൺ ക്രിയേറ്റ് ആവും. നമുക്ക് ആ കാർബോകാറ്റോൺ ഒന്ന് വരച്ച് നോക്കിയാലോ. ലെറ്റ്സ് ഡ്രോ ദാറ്റ് കാർബോകാറ്റോൺ ഹിയർ. അപ്പോൾ ഞാനിതാ കാർബോകാറ്റോൺ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് കാർബോകാറ്റോൺ ഉണ്ടായത് OH പോയ ശേഷം. പ്രത്യേകത, ഇതൊരു സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. ഇതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഉണ്ടാവാനുള്ള വഴിയുണ്ടോ? ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആസ് ഓഫ് നോ സെക്കൻഡറി കാർബോകാറ്റോൺ ആണെങ്കിലും റിംഗ് എക്സ്പാൻഷൻ നടക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസിലൊക്കെ ചിലതൊക്കെ 6 മെമ്പർ റിംഗിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം, റിംഗ് എക്സ്പാൻഷൻ ആണ് ഇവിടെ നടക്കുക. എങ്ങനെ റിംഗ് എക്സ്പാൻഷൻ നടക്കുന്നതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാർബൺ ആറ്റങ്ങൾ ഒന്ന് നമ്പർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 5ാമത്തെ കാർബണിൽ നിന്ന് 1ാമത്തെ കാർബണിലേക്ക് ഒരു ബോണ്ട് ഉണ്ട്. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഈ 6ാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ റിംഗ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റിംഗ് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പുതിയ റിംഗ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി എ 6 മെമ്പർ റിംഗ്. 1ാമത്തെ കാർബണാറ്റം 6ാമത്തെ കാർബണാറ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ നമ്പറിങ് വരിക. 1ാമത്തെ കാർബണിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒരു CS3 ഉണ്ട്, 6ാമത്തേൽ ഒരു CS3 ഉണ്ട്. ഞാൻ അതിനെ അങ്ങനെ നമുക്ക് CS3 ഗ്രൂപ്പുകളായി കൊടുക്കാം. 1ാമത്തേൽ ഒരു CS3, 6ാമത്തേൽ ഒരു CS3. നോക്കിയേ, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് കാർബൺ നമ്പർ 1നായിരിക്കും ഇപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവുക. പുതിയ കാർബോകാറ്റോൺ 1ാമത്തെ കാർബണിലായിരിക്കും. നൗ കറന്റ്ലി ദിസ് ഇസ് എ ടെർഷ്യറി കാർബോകാറ്റോൺ. അതിനുശേഷം ഈ ടെർഷ്യറി കാർബോകാറ്റോൺ എന്ത് ചെയ്യും? പിന്നീട് ബീറ്റ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും ആസ് പെർ സെയ്റ്റ്സഫ് റൂൾ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തൊട്ടടുത്ത ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോഴാണ് സെയ്റ്റ്സഫ് റൂൾ പ്രകാരം മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ നമുക്ക് ഉണ്ടാവുക, അല്ലേ? സോ നൗ H+ അയോണിനെ റിമൂവ് ചെയ്യുന്നു. ബീറ്റ പൊസിഷനിലെ H+ അയോണിനെ റിമൂവ് ചെയ്യുന്നു. സെയ്റ്റ്സഫ് റൂൾ പ്രകാരം മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഉണ്ടാവണമെങ്കിൽ ആ ആൽക്കീൻ ഡബിൾ ബോണ്ട് ഇവിടെ ആയിരിക്കും വരേണ്ടത്, മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും വരിക? ദ റൈറ്റ് ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ഓപ്ഷൻ ബി ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ റിംഗ് എക്സ്പാൻഷൻ നടന്നിട്ടില്ല. ഇവിടെ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇതും സബ്സ്റ്റിറ്റ്യൂഷൻ കുറവുള്ള ആൽക്കീനാണ് ഫോം ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വേണമെന്നാണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് ബി. ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റിനെ പറ്റി പലരും മറന്നു പോകാറുണ്ട്. ശ്രദ്ധിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.